ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് റെസിപ്പി എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 വഴുതനങ്ങയാണ് കേട്ടോ എടുത്തത്. 3 വലിയ വഴുതനങ്ങയാണ് എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം ഏറ്റവും ആദ്യം. അപ്പോൾ ഇതാ വഴുതനങ്ങയെല്ലാം മുറിച്ചിട്ട് ഞാൻ ഇതാ ഒന്ന് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ണം കുറച്ചിട്ടൊന്നുമല്ല മുറിച്ചത്, നീളത്തിലാണ് മുറിച്ചെടുത്തത്. നമ്മൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഒന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ വണ്ണം അധികം കുറച്ചിട്ട് മുറിക്കണ്ട എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മൾക്കൊരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കറയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വഴുതനങ്ങ പെപ്പർ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് ഏറ്റവും ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഇടേണ്ടതാണ് 2 ചെറിയ തക്കാളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് 2 വലിയ പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-10 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും. അത് നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത് തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. തക്കാളിയുടെ ഫ്ലേവർ മാത്രമാണ് ഇതിൽ വേണ്ടത്. തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കാം. തീ ഒന്ന് ഇച്ചിരി കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതായത് വഴുതനങ്ങ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണുള്ളത്. നമ്മൾ ആദ്യത്തെ വെള്ളം കഴുകി മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വഴണ്ടി വന്ന തക്കാളിയിലേക്ക് വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വഴുതനങ്ങ നേരത്തെ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട കേട്ടോ. അതിൻ്റെ പുറം ഭാഗം നല്ലൊരു കളറ് മാറ്റം വരും. അപ്പോൾ ഇത് ഞാൻ ഏകദേശം നമ്മൾ ഉണ്ടാക്കാനാവുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/4 ടീസ്പൂൺ നിറയെ എടുത്തില്ല, ഇത്ര ഒരു പകുതി കണ്ടിട്ട് മാത്രമാണ് എടുത്തത്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു പകുതി വേവായതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് ചെറിയ തീയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ വഴുതനങ്ങ ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഇടുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട പാടും നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉപ്പിട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഉപ്പ് കൂടുതലാവരുത്. ഇനി അതിലേക്ക് നമ്മൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് വേണ്ടുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ ഇതുകൂടി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്കാണ് അത് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്ന മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളകാണ് ഇതിൽ കൂടുതൽ വേണ്ടുന്നത്. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇത് 1/4 ടീസ്പൂൺ നിറയെ വേണ്ട, അതിൻ്റെ പകുതി മാത്രം മതിയാകും. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ തീ കുറച്ച് വെച്ചിട്ടാകുമ്പോൾ നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇതിങ്ങനെ ഇളക്കി ഒരുപാട് ഉടക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും അതൊന്ന് ചെറിയ ഇതിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കാം.
അപ്പോൾ ഇതാ വഴുതനങ്ങയൊക്കെ വെന്ത് അതിലുള്ള ജലാംശങ്ങളൊക്കെ പിന്നെ നന്നായിട്ട് ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്തത്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ വഴുതനങ്ങ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, അല്ലതാ മുറിച്ച പാടെ തന്നെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉടച്ച് ഇതിൻ്റെ ഒരു രീതി ഉടച്ചെടുക്കലല്ല കേട്ടോ, ഇതുപോലെ തന്നെയാണ് ഇത് വേണ്ടുന്നത്. പക്ഷെ ഉടച്ചെടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മാറിപ്പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വഴുതനങ്ങ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങയൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.